ശ്രീമന്നാരായണ സമ്പൂർണ്ണ പാരായണം 10-ാം ഉദയമായ ഇന്ന്, അതായത് 23 ഏപ്രിൽ മാസമാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് എന്ന് കരുതി എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് നാരായണീയത്തിലെ 33-ാം ദശകം അംബരീഷ ചരിതം. വൈവസ്വതാക്യമനുപുത്ര നഭാഗജാത നാഭാഗനാമഗനവേന്ദ്ര സുതോംബരീഷ സപ്താർണവാവൃതമഹീദൈതോഭിരേമേ തത്സംഗിശുദ്ധൈജമഗ്നമനാസദൈവ ഹൃദയേ സകലമേവ വിദന്വതോസ്യ ഭക്ത്യൈവ ദേവനജിരാദം ഹൃദാ പ്രസാദം യേനാസ്യ യാചനമൃതേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദതാര സഹസ്രധാരം. ഭഗവാൻ അനുഗ്രഹിച്ച് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ടും ഭഗവാൻ തന്റെ ചക്രം ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് പോവുകയാണ്. സദ്വാദശീ വ്രതമതോ ഭവദർശനാർത്ഥം വർഷം തതോ മധുവനേ യമുനോപകണ്ഠേ പജ്ഞാസമം സുമനസാ മഹതീം വിദന്വൻ പൂജാബ്ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. ദിനേ ഭവദർശനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിദാസ്യൻ. ദുർവാസ മഹർഷി ഒരു വർഷത്തെ വ്രതം അവസാനിക്കുന്ന ദിവസം അവിടെ എത്തുകയും ഒരുമിച്ച് വ്രതം പാരണ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുളിക്കാൻ പോകുന്നതുമാണ് പാരായണം ചെയ്തത്. രാജ്ഞാത പാരണ മുഹൂർത്ത സമാപ്തി ഗേദാൻ വാരീവ പാരണ മകാരിവത്പരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യ ദശാ വിജാനൻ ചിഭ്യൻ കൃതോ ധൃതജഡോ വിദദാന കൃത്യാം ച താമസിധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന പദാച്ഛകമ്പേ ത്വദ്ഭക്തിഭാതമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ചലഭയൻ മുനിമന്വധാവി. വ്രതം കഴിയേണ്ട സമയമായിട്ടും ദുർവാസ മഹർഷി വരാത്തത് കൊണ്ട് ഒരു തുള്ളി ജലമെടുത്ത് വ്രതം പൂർത്തിയാക്കുന്നത് കണ്ട് കോപിച്ച് കൃത്യ എന്ന ഒരു അസുരിയെ ദൈവത്തെ വധിക്കാൻ അയക്കുകയും എന്നാൽ ആ കൃത്യയെ വധിച്ചുകൊണ്ട് ചക്രം ദുർവാസാവിനെ വധിക്കാൻ പിന്നാലെ പോകുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. കൃത്യ ഗാവന്നശേഷഭവനേഷു വിയാസപശ്യൻ വിശ്വത്ര ചക്രമവിദേഹതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലങ്കയതീത്യപാസ്ത സർവം യയൗ സുചഭവന്തമവന്തദൈവ. ഭൂയോ ഭവന്നിലമേത്യം നിമ്നമന്ദം പ്രോജേ ഭവാനഹമൃഷേനനുബദ്ധദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാംഹം അംബരീക്ഷപദമേവ ഭജേതി ഭൂമി. തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാപിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാൻ ഭക്തന്റെ ദാസനാണ്, അതുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അംബരീഷനോട് തന്നെ പോയി ശരണം പ്രാപിക്കുക എന്ന്. ഭഗവാന്റെ കരുണാകടാക്ഷം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ദശകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താവസ്സമേത്യമുനിനാസഗൃഹീതപാദോ രാജാപശുദ്ധ്യവദസ്ത്രമസൗവനംഷീത് ചക്രേ ഗദേ മുനിയഥാദഖിലാശിശോസ്മേ ത്വദ്ഭക്തിമാഗസി ഹൃദേവി കൃപാർച്ചശംസൻ. രാജാ പ്രതീക്ഷ്യ മുനിമേഘ സമാമനാശാൻ സംഭോജ്യ സാധുതം ശ്രീം സുജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോ വിദൃഢം ജതോ ഭൂത് സായുജ്യമാപജ സമാം ഭവനേശപായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് നാരായണീയ സമ്പൂർണ്ണത്തിൽ ഇപ്പോൾ രാമായണ കഥ 2 ദശകങ്ങളിലായിട്ട്. ഓം തത്സത്. ഗീർവാണേരത്യമാനോ ദശമുഖനിധനം കൗസലേശ്വസ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷിദശരഥ സ്മാഭൃതേ പായസാഗ്ര്യം യദ്ഭുക്ത്യാ തത്പുരന്തൃഷ്വഭിത്തുഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമതപരദേനാഭിശത്രുഘ്നനാമ്നാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.